Okay, good evening all. എല്ലാവർക്കും ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു വെബിനാർ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു തസ്തികയിലെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വെബിനാർ സെഷനാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും അറിയാം, ഓൾറെഡി നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞതാണ്. നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ ഇനി തുടങ്ങാനിരിക്കുന്നവരുണ്ടാകും അല്ലെ. അപ്പൊ നമുക്ക് പരീക്ഷ കോൾ ഫോർ ചെയ്തിട്ട് കുറച്ച് മാസങ്ങളിലായി. നമ്മൾ ഈ ഒരു വർഷം അവസാനത്തേക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ ഡിസംബറിലെ എക്സാമിനേഷൻ കലണ്ടർ വന്നപ്പോഴും അതിനകത്തും ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് സമയം നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പായി അല്ലെ. ഇനി പഠിക്കാൻ തുടങ്ങുന്ന ആളുകൾക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം കിട്ടും അല്ലെ. അപ്പൊ നമ്മള് അതിനനുസരിച്ച് ഒരു 200 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന തസ്തികയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ഈ വെബിനാർ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈം ഉണ്ട്. നമ്മൾ മെനക്കെടാണ്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു 200 ഡേ സ്റ്റഡി പ്ലാൻ ആണ് ബിഗ് ലേണിംഗ് ആപ്പിന്റെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത് നമുക്ക് പോസ്റ്റ് തന്നെ അറിയാം, ഗസറ്റഡ് പോസ്റ്റ് ആണ്. PWD-യിലേക്കാണ്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇലക്ട്രോണിക്സ് വിങ്ങിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് എക്സാം ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സിലബസ് മെറ്റീരിയൽസ്, റെഫറൻസ് ബുക്സുകൾ, സ്റ്റഡി പ്ലാന്, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പരീക്ഷ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇതിനു മുന്നേ നമ്മൾ കേരള PSC ഈ ഒരു തസ്തികയിലേക്ക് എക്സാമിനേഷൻ കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത്. നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് തസ്തികയിലേക്ക് 2013 നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. 506/2013 ആണ് അതിന്റെ കാറ്റഗറി നമ്പർ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് നമുക്കൊരു ഏകദേശം 10 years 11 years ബാക്ക് ആണ്. അപ്പൊ 20,740 മുതൽ 36,140 വരെയായിരുന്നു അന്ന് ഇത് വിളിച്ചിരുന്ന സമയത്ത് അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഇന്ന് പക്ഷേ നമുക്കിതൊരു 55,000 ആണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. ബേസിക് പേ എന്ന് പറയുന്നത് 55,000 സംതിങ് ആണ്. ഓക്കെ, അപ്പൊ കറന്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ അന്നേരം അതിനകത്ത് ഉണ്ടാകും. ആ ഒരു പരീക്ഷയ്ക്ക് 2013 കോൾ ഫോർ ചെയ്തപ്പം നോട്ടിഫൈ ചെയ്തിരുന്ന വേക്കൻസി ആകെ ഒരെണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു വേക്കൻസിക്കായിരുന്നു അന്ന് പരീക്ഷ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇതിന് ക്വാളിഫിക്കേഷൻ വേണ്ടിയിരുന്നത് ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുകാർക്ക് അപേക്ഷിക്കാമായിരുന്നു, MSc ഫിസിക്സുകാർക്ക് അപേക്ഷിക്കാമായിരുന്നു. അങ്ങനെ നിരവധി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാമായിരുന്നു. ഓക്കെ, അത് നടത്തിയിരുന്നത് 2013 വിളിച്ചെങ്കിലും നടത്തിയത് 2017 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. നമുക്കറിയാം അന്നത്തെ ഒരു PSCയുടെ ടെൻഡൻസി എന്ന് പറയുന്നത് പരീക്ഷ കോൾ ഫോർ ചെയ്ത് 2, 3, 4 വർഷങ്ങളൊക്കെ എടുക്കുന്നു പരീക്ഷ കണ്ടക്ട് ചെയ്യാൻ തന്നെ. അതിനുശേഷം 2 വർഷമെങ്കിലും എടുക്കും റാങ്ക് ലിസ്റ്റ് വരാനായിട്ട്. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി എന്ന് നമുക്കറിയാം. ഓരോ അക്കാഡമിക് ഇയറിലും വിളിക്കുന്ന പരീക്ഷകളൊക്കെ ആ അക്കാഡമിക് ഇയറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് PSC മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പൊ അന്നത്തെ കട്ട് ഓഫ് മാർക്ക് 38.67 ആയിരുന്നു അല്ലെ. 38.67 എന്ന് പറയുന്നത് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു കട്ട് ഓഫ് തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കാൻഡിഡേറ്റിന് കിട്ടിയ മാർക്കാണ് 55.33. അപ്പൊ 38.67 വന്നിട്ടുള്ള കുട്ടി മെയിൻ ലിസ്റ്റിലുള്ളതാണ്. അപ്പം എനിക്ക് നമ്മളുടെ ഹയസ്റ്റ് മാർക്കിലേക്കുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം എത്രയുണ്ട്, ഒരു 16-17 ആ ഒരു മാർക്കിന്റെ അടുത്താണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഈ ടോപ്പ് റാങ്കിൽ വരുന്നത് വളരെ കുറഞ്ഞ ആളുകളായിരിക്കും. പക്ഷെ ഈ 38 മുതൽ 40, 41 ആ ഒരു റേഞ്ചിൽ വരുന്ന കുറെ ആളുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പം നമുക്ക് ആകെ ഇപ്പൊ ഒരു വേക്കൻസിക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, നമ്മൾ എപ്പോഴും ഒരു ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പ് 5-ല് ടോപ്പ് 10-ലൊക്കെ ഉണ്ടാവാൻ ശ്രമിക്കണം, എന്നാലേ ഉള്ളൂ. ഇപ്പൊ വളരെ കുറഞ്ഞ നമ്പർ ഓഫ് വേക്കൻസീസ് ഉള്ള പോസ്റ്റുകളാണെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയാൽ തന്നെ നമുക്ക് ജോലി യാഥാർത്ഥ്യമാവുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ.
അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് വിളിച്ച ഒരു എക്സാമിനേഷന് 60 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് അന്ന് PSC പ്രിപ്പയർ ചെയ്തത്. റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 60ഓളം പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ധാരാളം ആളുകളുണ്ട്. അപ്പൊ നമ്മള് ഈ ലിസ്റ്റിൽ വരണം എന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ നമുക്ക് വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയ രീതിയിലൊക്കെ പ്രിപ്പറേഷൻ ചെയ്യും. പക്ഷെ നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അധികം മെനക്കെട്ടേ മതിയാവുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മളുടെ കഴിഞ്ഞ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ആ ഒരു പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം പരീക്ഷ 6/4/2017 കണ്ടക്ട് ചെയ്തിട്ട് 9/11/2017 ആയപ്പോഴേക്കും നമ്മളുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഷോർട്ട് ലിസ്റ്റിൽ നമുക്ക് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്റർവ്യൂ ഉള്ള പോസ്റ്റാണ്. ഇന്റർവ്യൂ നടത്തി ഫസ്റ്റ് വന്ന കുട്ടിക്ക് ടെസ്റ്റിന് 55 ഇന്റർവ്യൂവിന് 12, അങ്ങനെ 67.33 മാർക്കോടുകൂടിയാണ് ഫസ്റ്റ് റാങ്കുകാരൻ ഈ ഒരു പോസ്റ്റിലേക്ക് വന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് ഒരു പോസ്റ്റിലേക്കാണ് വിളിച്ചിരുന്നതെങ്കിലും അഡ്വൈസ് പോയിട്ടുള്ളത് ഈ ഒരു കാറ്റഗറി നമ്പറിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുള്ളത് 9 ആളുകൾക്കാണ്. അപ്പോൾ ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ വിളിച്ച പോസ്റ്റിൽ 9 ആളുകളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് ഓർഡർ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ലാസ്റ്റ് റാങ്ക് കിട്ടിയ 60 ആളാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 38.6 ജസ്റ്റ് കട്ട് ഓഫ് വന്നിട്ടുള്ള ആളാണ്. ഇനി അതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊത്തം 9 അഡ്വൈസ് ആണ് ടോട്ടലി പോയിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 2019 അപ്പൊ നമ്മളുടെ ഈ ലിസ്റ്റ് എക്സ്പയർ ഒക്കെ ചെയ്തതിന് ശേഷം തന്നെ ഇപ്പൊ കുറെ നാളുകളായി. അപ്പം ഇപ്പൊ നമുക്ക് വിളിച്ചിട്ടുള്ളത് 2 വേക്കൻസിക്കാണ് വിളിച്ചിട്ടുള്ളത്. നമ്മളുടെ പരീക്ഷ കണ്ടക്ട് ചെയ്ത് റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്ന് 3 വർഷം കൂടെ ആ റാങ്ക് ലിസ്റ്റ് വാലിഡ് ആണല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് കുറച്ചധികം വേക്കൻസികൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു വേക്കൻസിക്ക് വിളിച്ചപ്പോൾ 9 പേരെ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത്തവണ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട് എക്സാമിനേഷന്, ഈ 2 എക്സാമിനേഷന്റെ ഇടയിൽ. അപ്പൊ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു വേക്കൻസി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജോലിയിലേക്ക് ഉള്ള ഒരു വഴി നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ വഴി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അഡ്വൈസ് പോയവരുടെ ഡീറ്റെയിൽസ് ആണ്. ഓപ്പൺ കാറ്റഗറിയിൽ 7ാമത്തെ റാങ്ക് വരെയുള്ള ആളുകൾക്ക് പോയിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് റാങ്ക് കയറിയത് 7 ഈഴവയിൽ 3, അതുപോലെ SC 45ാമത്തെ റാങ്കാണ്, മുസ്ലിമിൽ 17ാമത്തെ റാങ്കുകാർ കയറിയിട്ടുണ്ട്. പിന്നെ LC ലാറ്റിൻ കാത്തലിക്കിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് 1ാമത്തെ റാങ്കുകാരനാണ് കയറിയിരിക്കുന്നത്. OBC OCയുടെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്, 7ന്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു 3% ഇപ്പൊ 4% ആണ്. 4% ഫിസിക്കലി ഹാൻഡിക്യാപ്പിനെ റിസർവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം മിക്കവാറും എല്ലാ നോട്ടിഫിക്കേഷൻ എല്ലാ കാറ്റഗറിയിൽ നിന്നും നമുക്ക് ഒരു വേക്കൻസി അവർക്ക് എന്തായാലും പോകും. അതിനുശേഷമുള്ളതായിരിക്കും ബാക്കിയുള്ളത് ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മളുടെ കഴിഞ്ഞ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നമ്മൾ ഈ ഒരു കറണ്ട് നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് 71/2024 കാറ്റഗറി നമ്പർ. ഓക്കെ, അപ്പൊ നോക്കിയ ഇതിന്റെ ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 55,200 to 1,15,300 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ്. ഗസറ്റഡ് പോസ്റ്റ് ആണ് ഇത്. നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള പോസ്റ്റുമാണ്. ഓക്കെ, ഇലക്ട്രോണിക് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഇലക്ട്രോണിക് വിങ്ങിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് പോസ്റ്റ്. നമുക്കിപ്പം നിലവിലുള്ള വേക്കൻസി, നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നിലവിലുള്ള വേക്കൻസി, PSCക്ക് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി 2 വേക്കൻസിയാണ്. ഓക്കെ, ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ഡിഗ്രി ഉള്ള ആളുകൾ, അതുപോലെ റേഡിയോ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷനിലെ ഡിഗ്രി ഉള്ള ആളുകൾ, ഇലക്ട്രോണിക്സിൽ ഡിഗ്രി ഉള്ള ആളുകൾ, പിന്നെ അതുപോലെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ഡിപ്ലോമയുള്ള ആളുകൾ, MSc ഫിസിക്സുകാർ, അപ്ലൈഡ് ഫിസിക്സുകാർ, ഇവർക്കൊക്കെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഇവരൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ കൺഫർമേഷനുള്ള ഡേറ്റ് ഒന്നും നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആക്ച്വൽ സിലബസും നമുക്ക് എന്താണെന്ന് ഇപ്പൊ അറിയില്ല. നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 506/2013 ആ ഒരു കാറ്റഗറിയിലേക്ക് പരീക്ഷ വിളിച്ചപ്പം PSC ഒരു സിലബസ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ആ പരീക്ഷ എന്ന് പറയുന്നത് കുറച്ചു കാലം മുന്നേ ഉള്ളതായിരുന്നു. അന്ന് 20 മാർക്കിന് GK ഉണ്ടായിരുന്നു അല്ലെ, ബാക്കി 80 മാർക്കിനായിരുന്നു നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം പാറ്റേൺ അങ്ങനെയല്ല. നമുക്ക് ടെക്നിക്കൽ എക്സാമുകൾക്കൊക്കെ ഫുള്ളും നമ്മളുടെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. 100 ക്വസ്റ്റ്യനും ടെക്നിക്കൽ ഭാഗത്തു നിന്ന് തന്നെയുള്ളതാണ്. പിന്നെ ഓരോ മോഡ്യൂളും സ്പെസിഫിക് ആയിട്ട് വെയിറ്റേജ് ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു സിലബസ് നോക്കിയാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഓരോ മൊഡ്യൂളിനും എത്ര വെയിറ്റേജ് ആണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പം പറയാനായിട്ട് പറ്റില്ല. അത് PSCയുടെ സിലബസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. എങ്കിൽ കൂടി നമ്മൾ ഒരുപാട് വലിയൊരു വ്യത്യാസമൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ തന്നെയായിരിക്കും ടോപ്പിക്കുകൾ. കുറച്ച് ടോപ്പിക്കുകൾ ചിലപ്പം ആഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ചിലത് നമുക്ക് ഇപ്പൊ മോഡ്യൂളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റീഅറേഞ്ച് ചെയ്ത് മാർക്ക് ഡിവിഷൻ ഒക്കെ കുറച്ച് വ്യത്യാസപ്പെടുത്തിയൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ചില ടോപ്പിക്കുകൾ ഒഴിവാക്കാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് എന്തായാലും ഫൈനൽ സിലബസ് PSC പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും അതിന് കാത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിലബസ് വന്നതിന് ശേഷം എക്സാമിനേഷനിലേക്ക് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിച്ചെത്താനായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഏറ്റവും നേരത്തെ, എത്രയും നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമോ അത്രയും നേരത്തെ തന്നെ തുടങ്ങുന്നതാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം. ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും, വളരെ നല്ലത്. ഇനി തുടങ്ങാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം നിങ്ങൾക്ക് ഈ ഒരു വെബിനാർ സെഷനിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമ്മളുടെ സിലബസിലേക്ക് പോവാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ പഴയ സിലബസ്, പഴയ 506/2013 ഈ ഒരു പരീക്ഷയുടെ സിലബസ് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ GK പോർഷൻ, അതായത് നമ്മളുടെ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സ് സെഷനും മാത്രം എടുത്തു കളഞ്ഞിട്ട് ബാക്കിയുള്ള ടെക്നിക്കൽ സെഷന്റെ സിലബസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ മോഡ്യൂള് ഇലക്ട്രിക്കൽ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിക്കലിനെ കുറിച്ചിട്ടാണ്. നമ്മൾ BTechന്റെ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുന്ന പോർഷനാണ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ അതില് സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് സർക്യൂട്ട്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്താണ് സിംഗിൾ ഫേസ്, 3 ഫേസ്, അപ്പൊ അതിന്റെ കുറെ പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ടാകും. പിന്നെ കിർച്ചോഫ്സ് വോൾട്ടേജ് ആൻഡ് കറണ്ട്, KCLും KVLും അത് വെച്ചിട്ട് കുറച്ച് ചെറിയ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ നോക്കണം. നമുക്കറിയാം ഇതൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് വളരെ ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുക, അല്ലെ? PSC പണ്ടൊക്കെ ആണെങ്കിൽ ഡിഗ്രി ലെവൽ ആണെങ്കിലും ഒക്കെ ബേസിക് ലെവലിൽ തന്നെയായിരുന്നു ചോദിച്ചു പോയിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കുറച്ചുകൂടെയൊക്കെ നമുക്ക് ഡിഗ്രി ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടെയൊക്കെ ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഇപ്പം എക്സ്പെക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്തും ആ ഒരു ലെവലിലേക്ക് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ KCL എന്താ KVL എന്താന്ന് പറയുന്നതിനപ്പുറം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നോഡൽ അനാലിസിസ്, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ എങ്ങനെ നോഡൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് പാരാമീറ്റേഴ്സ്, അൺനോൺ പാരാമീറ്റേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാം. അതുപോലെ മെഷ് അനാലിസിസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ സർക്യൂട്ടിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് നോക്കുന്നത്. അതിനുശേഷം നമ്മൾ ട്രാൻസിയൻ റെസ്പോൺസിലേക്ക് പോവുകയാണ്. ട്രാൻസിയൻ റെസ്പോൺസ്, ഓക്കെ, അവിടെ AC-യുടെയും DC സർക്യൂട്ട്സിന്റെയും, AC നെറ്റ്വർക്സിന്റെയും DC ഇലക്ട്രിക്കൽ നെറ്റ്വർക്സിന്റെയും ട്രാൻസിയന്റ് അനാലിസിസ് നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്, ഒരു സർക്യൂട്ടിന് എപ്പോഴും 2 പോർഷൻ ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? അപ്പൊ അതിൽ ഒന്ന് ട്രാൻസിയൻ റെസ്പോൺസും മറ്റത് സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസുമാണ്. ട്രാൻസിയൻ റെസ്പോൺസിൽ എന്താണ്? അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. സ്റ്റഡി സ്റ്റേറ്റിൽ അത് അതിന്റെ ഫൈനൽ സ്റ്റേറ്റിലേക്ക് വന്നതിന് ശേഷം നമ്മൾ അനാലിസിസ് ചെയ്യുന്നതാണ്. അപ്പൊ അത് രണ്ടും നമ്മൾ നോക്കണം. ഡിഫറെന്റ് ഇൻപുട്സിന് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ AC സർക്യൂട്ട്സും DC സർക്യൂട്ട്സും ബിഹേവ് ചെയ്യാന്നുള്ളത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് റെസണൻസ്. ഓക്കെ, റെസണൻസ് ഓരോ RC സർക്യൂട്ടിൽ അല്ലെങ്കിൽ RL സർക്യൂട്ടിലൊക്കെ എന്താണ്, എങ്ങനെയാണ് റെസണൻസ്, റെസണൻസിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ് വരിക, കറണ്ട് എങ്ങനെയായിരിക്കും, റെസണൻസ് കണ്ടീഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ, അതിനുശേഷം ഫിൽട്ടേഴ്സിലേക്ക് വരികയാണ്. നമുക്ക് കപ്പാസിറ്റർ ഫിൽട്ടർ ഉണ്ടാകും, ദെൻ ഇൻഡക്ഷൻ ഫിൽട്ടേഴ്സ് ഉണ്ടാകും. അങ്ങനെയുള്ള നമുക്ക് പാസീവ് ആയിട്ടുള്ള കമ്പോണൻസ് യൂസ് ചെയ്തിട്ടുള്ള ഫിൽട്ടേഴ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. അതിനുശേഷം കറണ്ട് ആൻഡ് വോൾട്ടേജ് സോഴ്സ്, ഐഡിയൽ കറണ്ട് ആൻഡ് വോൾട്ടേജ് സോഴ്സ് നമ്മൾ നോക്കണം. പിന്നെ നമ്മൾ നെറ്റ്വർക്ക് തിയറംസിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് 4 തിയറംസ് ആണ് ഇവിടെ നോക്കാനുള്ളത്. തെവനിയൻസ് തിയറം, അതിന്റെ റിലേറ്റഡ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണം. നോർട്ടൺസ് തിയറം, അതിന്റെ റിലേറ്റഡ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ സൂപ്പർ പൊസിഷൻ തിയറം, പിന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഇത്രയും
നെറ്റ്വർക്ക് തിയറംസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തൊരു ടോപ്പിക് നമ്മളുടെ 2 പോർട്ട് നെറ്റ്വർക്ക് ആണ്. 2 പോർട്ട് നെറ്റ്വർക്ക് അതിൽ നമുക്ക് വേരിയസ് പാരാമീറ്റേഴ്സ് ഒക്കെ എച്ച് പാരാമീറ്റർ, വൈ പാരാമീറ്റർ, അങ്ങനെയുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കാനുണ്ട്. പിന്നെ 3 ഫേസ് സർക്യൂട്ട്സ് ആണ്. പിന്നെ പവർ എന്താണെന്നും പവർ ഫാക്ടർ എന്താണെന്നും, ഒരു സർക്യൂട്ട് AC സർക്യൂട്ടിലെ പവർ എങ്ങനെയാണ്, ഒരു പ്യുവർ കപ്പാസിറ്ററിന്റെ പവർ എങ്ങനെയാണ്, ഒരു പ്യുവർ ഇൻഡക്ടറിൽ എങ്ങനെയാണ് പവർ, ഒരു പ്യുവർ റെസിസ്റ്ററിലാണെങ്കിൽ എങ്ങനെയാണ് പവർ, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫസ്റ്റ് പോർഷനിൽ, മൊഡ്യൂൾ 1-ലെ ഇത്രയും പോർഷനിൽ നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഓക്കെ. ഇനി അതിനുശേഷം സെയിം മോഡ്യൂളിൽ തന്നെ നമുക്ക് അടുത്ത ഒരു ടോപ്പിക് ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മളൊരു 5th സെമിസ്റ്ററിലൊക്കെ ഒരു 3rd ഇയറിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി, EMFT എന്ന് പറയും. ഓക്കെ, EMFT. അപ്പൊ EMFT-നെ കുറിച്ചിട്ടാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഇപ്പൊ കൂളംസ് ലോ ഉണ്ട്. EMFT-യിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? കൂളംസ് ലോ അല്ലെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ചാർജസ് ആണത്. ഓക്കെ. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അതിന്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ നോക്കാനുണ്ട്. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണെന്ന് നോക്കാനുണ്ട്. പിന്നെ ഗോസ് ലോയും ഡൈവേർജൻസ് തിയറവും പഠിക്കാനുണ്ട്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പൊട്ടൻഷ്യൽ ലൈൻ, പ്ലെയിൻ ആൻഡ് സ്ഫെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഒരു ലൈൻ ഡിസ്ട്രിബ്യൂഷൻ, ഒരു ലൈൻ കറന്റ് ഡിസ്ട്രിബ്യൂഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്, ആ ഒരു ലൈൻ ചാർജ് മൂലമുള്ളത്. അതുപോലെ തന്നെ ഒരു പ്ലെയിൻ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്, ഒരു സ്ഫെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്, അതിന്റെ ഇക്വേഷൻസ്, അത് വെച്ചിട്ട് പ്രോബ്ലംസ്. ഓക്കെ. ഇനി ഇഫക്റ്റ് ഓഫ് ഡയലക്ട്രിക് മീഡിയം, ഇപ്പൊ ഡയലക്ട്രിക് മീഡിയത്തിന്റെ എഫക്റ്റ് എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് കപ്പാസിറ്റൻസ് ഓഫ് സിമ്പിൾ കോൺഫിഗറേഷൻസ് നമുക്ക് നോക്കാനുണ്ട്. സ്ഫെറിക്കൽ കപ്പാസിറ്റർ, സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ഒക്കെ എങ്ങനെയാണ്, അതുപോലെ തന്നെ പാരലൽ പ്ലെയിൻ കപ്പാസിറ്റർ. ഇനി അടുത്തത് നമുക്ക് ബയോട്ട് സാവാർട്സ് ലോ ആണ്. നമ്മൾ മാഗ്നറ്റിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ള ലോസ് ആണ് ബയോട്ട് സാവാർട്സ് ലോ, പിന്നെ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ, പിന്നെ കേൾ എന്താണ്, കേൾ ഓഫ് എ വെക്ടർ, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കാനുണ്ട്, ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ പഠിക്കാനുണ്ട്, അതുപോലെ ഇൻഡക്റ്റൻസ് എന്താണെന്ന് പഠിക്കാനുണ്ട്, MMF മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്, പിന്നെ റിലക്റ്റൻസ്, മാഗ്നറ്റിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് റിലക്റ്റൻസ്, അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്തൊക്കെയാണ്, സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും എന്താണ്, അതിന്റെ കുറെ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ്. ഇത്രയാണ് നമ്മൾ EMFT-യിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് മൊഡ്യൂളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ മെഷീൻ ആണ് അല്ലെ, ഇലക്ട്രിക്കൽ മെഷീൻ ആണ്. ഇപ്പൊ ആദ്യത്തെ മൊഡ്യൂൾ ആർക്കൊക്കെയാണ് എളുപ്പമാവുക? ഫസ്റ്റ് ഈ ഒരു പോർഷൻ നമ്മൾ എല്ലാ എഞ്ചിനീയറിംഗ് ബേസിക്സ് ഉള്ളവരും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും. അതുപോലെ തന്നെ ഇതിപ്പോ ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും ആയിരിക്കും മെയിൻ ആയിട്ട് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവുക. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു പോർഷൻ ആണ് ഈ മൊഡ്യൂൾ 1. അതുപോലെ തന്നെ EMFT ഇലക്ട്രിക്കലാരും ഉണ്ട്, ഇലക്ട്രോണിക്സ് ആരും പഠിക്കുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് DC മെഷീനും AC മെഷീനും ഉണ്ടാവും. ഓക്കെ. അപ്പം AC മെഷീൻസിൽ നമുക്ക് ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, അതിന്റെ ഈക്വലന്റ് സർക്യൂട്ട് ഡയഗ്രാം, അതിന്റെ ഫേസർ ഡയഗ്രാം, ട്രാൻസ്ഫോമർ ടെസ്റ്റുകൾ, അതിന്റെ റെഗുലേഷൻ, അതിന്റെ എഫിഷ്യൻസി, വോൾട്ടേജ് റെഗുലേഷനും അതിന്റെ എഫിഷ്യൻസി. ഓക്കെ, അത്രയും. അത് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. അതിനുശേഷം നമ്മൾ 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സിലേക്ക് പോകും. അതിന്റെ കണക്ഷൻസ് എങ്ങനെയാണ്, പാരലൽ ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുക, ഇത്രയും നമ്മൾ 3 ഫേസ് ട്രാൻസ്ഫോമറിൽ നോക്കും. അതിനുശേഷം ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. പിന്നെ എനർജി കൺവേർഷൻ പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാനുണ്ട് ട്രാൻസ്ഫോമർ കേസിൽ. അപ്പൊ ഇത്രയാണ് AC മെഷീൻസിന്റെ കേസിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി DC മെഷീനിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, വൈൻഡിങ്സ്, ജനറേറ്റർ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ആർമേച്ചർ റിയാക്ഷൻ ആൻഡ് കമ്മ്യൂട്ടേഷൻ, പിന്നെ സ്റ്റാർട്ടിംഗ് ആൻഡ് സ്പീഡ് കൺട്രോൾ ഓഫ് മോട്ടോഴ്സ്, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, അതിന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ ടൈപ്സ്, പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് ആൻഡ് സ്പീഡ് കൺട്രോൾ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ സിൻക്രോണസ് മെഷീൻസ്, അതിന്റെ പെർഫോമൻസ്, റെഗുലേഷൻ ആൻഡ് പാരലൽ ഓപ്പറേഷൻ ഓഫ് ജനറേറ്റേഴ്സ്, മോട്ടോർ സ്റ്റാർട്ടിംഗ്,
ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ആപ്ലിക്കേഷൻ, സെർവോ മോട്ടോഴ്സ് ആൻഡ് സ്റ്റെപ്പർ മോട്ടോഴ്സ്. ഇത്രയാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ മെഷീൻസിൽ നമുക്ക് നോക്കാനുള്ളത്. ഇത് ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിരിക്കും, കാരണം അവർ ഡീപ്പായിട്ട് അവരുടെ കോഴ്സിൽ പഠിക്കുന്ന ഒരു പേപ്പറാണ് മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്കത് കുറച്ച് ഈസി ആയിരിക്കും. പക്ഷെ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ ഈ ഒരു സബ്ജക്ട്, ഈ ഒരു പേപ്പർ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ കുറച്ച് ടൈം ഒക്കെ എടുത്ത് പഠിച്ചേ മതിയാവുള്ളൂ. ഓക്കെ, നമ്മൾക്ക് മെഷീൻസിനോടൊന്നും അത്ര വലിയൊരു ഫെമിലിയറൈസ് അല്ല. നമ്മൾ ജസ്റ്റ് പഠിച്ചിട്ടുണ്ട്, നമ്മൾ തേർഡ് സെമസ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് നമ്മൾ യൂസ് ചെയ്യാത്തത് കാരണം നമുക്ക് അതിന്റെ വർക്കിംഗ്, ഓരോ മെഷീൻസിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിളിലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു പോർഷൻ. ഇനി അടുത്തത് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ്? പവർ സിസ്റ്റംസ് ആണ്. പവർ സിസ്റ്റംസ് ഇതും ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന ഒരു പേപ്പറാണ് പവർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, ഇലക്ട്രിക്കൽ പവർ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇലക്ട്രോണിക്സുകാർ തീരെ പഠിച്ചിട്ടുണ്ടാവില്ല. ഇനി ആരെങ്കിലും ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട്, ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ടൊക്കെ എടുത്ത് പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിലേ ഉള്ളൂ. നോർമലി അവരുടെ കോർ പേപ്പറിൽ വരുന്ന ഒരു പേപ്പർ അല്ല പവർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ബേസിക് പവർ ജനറേഷൻ കൺസെപ്റ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ട്രാൻസ്മിഷൻ ലൈൻസ് മോഡൽസ് ആൻഡ് പെർഫോമൻസ്, കേബിൾ പെർഫോമൻസ്, ഇൻസുലേഷൻ, കൊറോണ ഇഫക്റ്റ്, അതുപോലെ റേഡിയോ ഇന്റർഫറൻസ്. പിന്നെ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് വന്നിട്ട് പെർ യൂണിറ്റ് ക്വാണ്ടിറ്റീസ്, ബസ് ഇംപിഡൻസ്, അഡ്മിറ്റൻസ് മെട്രിസസ്, ലോഡ് ഫ്ലോ, വോൾട്ടേജ് കൺട്രോൾ, പവർ ഫാക്ടർ കറക്ഷൻ, ഇക്കണോമിക് ഓപ്പറേഷൻ, സിമ്മട്രിക്കൽ കമ്പോണൻസ്, ഫോൾട്ട് അനാലിസിസ്, principle of overcurrent, differential and distance protection, solid state relays and digital protection, circuit breakers, system stability concepts, sinkers and equal area criterion, HVDC transmission and facts concepts. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ പവർ സിസ്റ്റത്തിൽ. മെയിൻ ആയിട്ട് പവർ ജനറേഷനും പവർ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടുമാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരേപോലെ വെയിറ്റേജ് വരുന്ന കൺട്രോൾ സിസ്റ്റം പേപ്പറും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പഠിക്കാനുള്ളതാണ്, കൺട്രോൾ സിസ്റ്റംസ്. അപ്പൊ അതിൽ ഫീഡ്ബാക്കിന്റെ കൺസെപ്റ്റ് പഠിക്കാനുണ്ട്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കാനുണ്ട്, ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണുന്നതിനെ പഠിക്കാനുണ്ട്. പിന്നെ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസിലേക്ക് വരുമ്പം എറേഴ്സ് നോക്കാനുണ്ട്. പിന്നെ സ്റ്റെബിലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂത്ത് ഹെർവിറ്റ്സ് ക്രൈറ്റീരിയ, അതുപോലെ തന്നെ നിക്വിസ്റ്റ് ക്രൈറ്റീരിയ, ഇത് രണ്ടും നോക്കാനുണ്ട്. ബോർഡ് പ്ലോട്ട്, സ്റ്റെബിലിറ്റി ബോർഡ് പ്ലോട്ട് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്, അതുപോലെ റൂട്ട് ലോക്കസ് നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നത്. പിന്നെ കോമ്പൻസേറ്റേഴ്സ് ആണ്, ലാഗ് കോമ്പൻസേഷൻ, ലാഗ് ലീഡ് കോമ്പൻസേഷൻ. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് സ്റ്റേറ്റ് സ്പേസ് മോഡൽ, സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്, പിന്നെ കൺട്രോളബിലിറ്റി ആൻഡ് ഒബ്സർവബിലിറ്റി. അപ്പൊ ഇതിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് കൺട്രോൾ സിസ്റ്റമായി ഇവിടെ വരെ നമ്മൾ എല്ലാവരും നോർമലി പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം കൺട്രോൾ സിസ്റ്റവും കൂടെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ തേർഡ് മൊഡ്യൂൾ. ഇനി നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ മെഷർമെന്റ്സ് ആണ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റ്സ് ആണ്. ഇത് നമ്മൾ രണ്ടു കൂട്ടരും നമ്മൾ ഒരു പേപ്പർ ആയിട്ട് പഠിക്കുന്നതാണ്, ഇൻസ്ട്രുമെന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രിഡ്ജസ് ആൻഡ് പൊട്ടൻഷ്യോമീറ്റേഴ്സ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പെർമനന്റ് മൂവിങ് കോയിൽ മീറ്റേഴ്സും മൂവിങ് അയൺ മീറ്റേഴ്സിനെ കുറിച്ചും പഠിക്കാനുണ്ട്. പിന്നെ ഡൈനാമോമീറ്റർ ടൈപ്പ് ആൻഡ് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്, ആ രണ്ട് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്, എങ്ങനെയാണ് വോൾട്ടേജിന്റെ മെഷർമെന്റ്, കറണ്ടിന്റെ, പവറിന്റെ, എനർജി ആൻഡ് പവർ ഫാക്ടർ, ഇത്രയും ക്വാണ്ടിറ്റീസിന്റെ മെഷർമെന്റ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഡിജിറ്റൽ വോൾട്ട്മീറ്ററും മൾട്ടിമീറ്ററും നോക്കാനുണ്ട്, ഫേസ്, ടൈം ആൻഡ് ഫ്രീക്വൻസി മെഷർമെന്റ് എങ്ങനെ ചെയ്യുന്നു എന്ന് പഠിക്കാനുണ്ട്. പിന്നെ അടുത്തത് കുറച്ച് മീറ്റേഴ്സ് ആണ്, ക്യൂ മീറ്റേഴ്സ്, അതുപോലെ തന്നെ ഓസിലോസ്കോപ്പ്, CRO, DSO പോലെയുള്ളത്, പൊട്ടൻഷ്യോമെട്രിക് റെക്കോർഡേഴ്സ്, എറർ അനാലിസിസ്, ഇത്രയും കാര്യങ്ങൾ ഇൻസ്ട്രുമെന്റേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം മറ്റൊരു ടോപ്പിക്കും കൂടി ഇവിടെ ഉള്ളത് എർത്തിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ടൈപ്സ് ഓഫ് എർത്തിങ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എർത്തിങ്, അതുപോലെ തന്നെ എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് മെഗർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. മെത്തേഡ് ഓഫ് മെഷർമെന്റ്സ് ഓഫ് എർത്ത് റെസിസ്റ്റൻസ് ആൻഡ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്, ടെസ്റ്റിംഗ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസ്, ഹൗസ് വയറിംഗ് ആൻഡ് ഇൻഡിവിജ്വൽ വയറിംഗ്. ഓക്കെ, ഫ്യൂസസ്, അതിന്റെ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഇലക്ട്രിക് ട്രാക്ഷൻ,
പിന്നെ സ്പീഡ് ടൈം കർവ്സ്. പിന്നെ അടുത്ത ടോപ്പിക് ഇലുമിനേഷൻ ആണ്, മെഷർമെന്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി, ഇന്റഗ്രേറ്റിംഗ് സ്ഫിയേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതും ഇലക്ട്രിക്കലുകാരുടെയാണ് ഈ ഒരു ടോപ്പിക്. ഇത് നമ്മൾ എല്ലാവരും പഠിക്കുന്നതാണ്, ഫസ്റ്റ് ടോപ്പിക്. അതിനുശേഷം നെക്സ്റ്റ് മോഡ്യൂളിൽ അനലോഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. അനലോഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. അപ്പൊ ഇവിടെ അനലോഗ് സർക്യൂട്ട്സുകൾ നോക്കാനുണ്ട്. നമ്മളുടെ BJT, അതുപോലെ തന്നെ ഡിഫറെന്റ് ഡയോഡ് അപ്ലിക്കേഷൻസ്, ഡയോഡ് സർക്യൂട്ടുകൾ ഉണ്ടാകും, BJTസിന്റെ സർക്യൂട്ട്, ആംപ്ലിഫയേഴ്സ് അങ്ങനെയുള്ളത് ഉണ്ടാകും, മോസ്ഫെറ്റ് യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ടുകൾ, അതുപോലെ തന്നെ കോംപ്ലിമെന്ററി മോസ് സർക്യൂട്ടുകൾ. ഓക്കെ, ഇപ്പൊ ഡയോഡ് യൂസ് ചെയ്തിട്ട് സിമ്പിൾ ഡയോഡ് സർക്യൂട്ട് ലൈക്ക് ക്ലിപ്പിംഗ്, ക്ലാമ്പിംഗ്, റെക്ടിഫയർ ഒക്കെ. പിന്നെ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് ആംപ്ലിഫയേഴ്സിൽ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറും മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറും. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അത് BJTD, അതുപോലെ തന്നെ മോസ്ഫെറ്റിന്റെയും നോക്കാനായിട്ടുണ്ടാവും. പിന്നെ ഓപ്പാമ്പിലേക്ക്, ഓപ്പറേഷണൽ ആംപ്ലിഫയറിലേക്ക് വരുമ്പോൾ അതിന്റെ ബാൻഡ് വിഡ്ത്ത് ആൻഡ് പെർഫോമൻസ് ഓഫ് ആംപ്ലിഫയേഴ്സ്. പിന്നെ നമ്മൾ സൈനസോയിഡൽ ഓസിലേറ്റേഴ്സിലേക്ക് വരുന്നു, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഒക്കെ. ഓക്കെ, പിന്നെ അതിന്റെ ഓസിലേഷന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ, ബാർഖൗസൻ ക്രൈറ്റീരിയ നോക്കാനുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ട്രാൻസിസ്റ്റർ ആൻഡ് ഓപ്പാമ്പ് കോൺഫിഗറേഷൻ. അതായത് ഓസിലേറ്റർ, ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടും ഓപ്പാമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഓസിലേറ്റേഴ്സ്. പിന്നെ നമ്മൾ വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ജനറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. 555 ടൈമേഴ്സ്, വേവ് ഫോം ജനറേറ്റർ ആണ് 555 ടൈമർ. പിന്നെ അതിൽ വരുന്നത് PLL, ഫേസ് ലോക്ക്ഡ് ലൂപ്പ്, അതിന്റെ പ്രിൻസിപ്പിൾസും അപ്ലിക്കേഷൻസും. ഇതാണ് അനലോഗ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത മോഡ്യൂളിൽ ഡിജിറ്റൽ, അനലോഗ് കഴിഞ്ഞാൽ ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്. ഡിജിറ്റലിൽ നമുക്ക് ട്രൂത്ത് ടേബിള്, മിനിമൈസേഷൻ ഓഫ് ബൂളിയൻ ഫംഗ്ഷൻസ്, ബൂളിയൻ ഓൾജിബ്ര പഠിക്കണം. അപ്പൊ നല്ലുള്ള മിനിമൈസേഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അതറിയണമെങ്കിൽ ട്രൂത്ത് ടേബിൾ നമ്മൾ അറിയണം. പിന്നെ റിയലൈസേഷൻ ഓഫ് ട്രൂത്ത് ടേബിൾസ് ലൈക്ക് K-മാപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് റിയലൈസ് ചെയ്യാം. പിന്നെ കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, അതില് അരിത്തമെറ്റിക് സർക്യൂട്ട്സ് ഉണ്ട്, ആഡർ, സബ്ട്രാക്ടർ അങ്ങനെയൊക്കെ. പിന്നെ കോഡ് കൺവേർട്ടേഴ്സ് ഉണ്ട്, മൾട്ടിപ്ലെക്സർ ഉണ്ട്, ഡീകോഡർ പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് കോമ്പിനേഷണൽ സർക്യൂട്ടിൽ നോക്കാനുണ്ട്. പിന്നെ പ്രോംസും പ്രോഗ്രാമബിൾ റോമും അതുപോലെ തന്നെ PLAസിനെ കുറിച്ചിട്ടും പഠിക്കാനുണ്ട്. അതിനെ യൂണിവേഴ്സൽ ഗേറ്റ് വെച്ചിട്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നും പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി സീക്വൻഷ്യൽ സർക്യൂട്ട്സിൽ നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് ലാച്ചസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കൗണ്ടേഴ്സ് ആൻഡ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ടിലേക്ക് പോകുമ്പോൾ ഡിജിറ്റൈസേഷന്റെ ആവശ്യം, സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ട്, അതുപോലെ തന്നെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. പിന്നെ അതുപോലെ സെമി കണ്ടക്ടർ മെമ്മറീസ്, RAM, ROM, അതിന്റെ ക്ലാസിഫിക്കേഷൻ. പിന്നെ FPGA, ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട്സിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് പോവാണ്. കമ്മ്യൂണിക്കേഷൻ കുറെ അധികം ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അനലോഗ് കമ്മ്യൂണിക്കേഷനും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനും, പിന്നെ ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിങ്ങും, ആന്റിനയും ട്രാൻസ്മിഷൻ ലൈൻസും, ഇതൊക്കെ നമ്മൾ ഓരോ സബ്ജക്റ്റ് ആയിട്ട്, വേവ് ഗൈഡ്സ്, ഇതെല്ലാം നമ്മൾ ഓരോ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആകെ ഒരൊറ്റ മൊഡ്യൂൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് സിലബസ് വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ എത്ര വെയിറ്റേജ് ഉണ്ടെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് എത്രത്തോളം പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് അറിയാം. ഓക്കെ, ഇപ്പൊ അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, അതിൽ ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി മോഡുലേഷൻസ് ഉണ്ട്, അതിന്റെ ഡീമോഡുലേഷൻ പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിന്റെ സ്പെക്ട്രൽ അനാലിസിസ്, അതിന്റെ ഫ്രീക്വൻസി കമ്പോണൻസിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ റിസീവറിൽ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ഉണ്ട്, റിയലൈസേഷൻ ഓഫ് അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. പിന്നെ സിഗ്നൽ ടു നോയിസ് റേഷ്യോ പഠിക്കാനുണ്ട്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതിന്റെ ഫ്രീക്വൻസി റിലേറ്റഡ് പാരാമീറ്റേഴ്സ്, അതുപോലെ തന്നെ അതിന്റെ ഫേസ് റിലേറ്റഡ് പാരാമീറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ തന്നെ FM-ന്റെ. പിന്നെ പഠിക്കാനുള്ളത് നമ്മൾ ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിങ്ങിന്റെ ഫണ്ടമെന്റൽസ് ആണ്. അപ്പൊ അതില് കുറച്ച് ഷാനൻ കോഡിംഗ് തിയറം ഉണ്ടാകും, ചാനൽ കപ്പാസിറ്റി തിയറം ഒക്കെ ഉണ്ടാകും പഠിക്കാനായിട്ട്. പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഡിഫറെന്റ് മോഡുലേഷൻ സ്കീംസ് ഉണ്ട്. ഒന്ന് PCM ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പിന്നെ DPCM പഠിക്കാനുണ്ടാകും. പിന്നെ ഡിഫറെന്റ് ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസിൽ ASK, FSK, PSK. ASK, FSK, PSK. പിന്നെ TDMA, FDMA പ്രിൻസിപ്പിൾസ്. അതിനുശേഷം നമ്മൾ വേവ് ഇക്വേഷനിലേക്ക് വരുമ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ നോക്കണം. ഡിഫറൻഷ്യൽ ആൻഡ് ഇന്റഗ്രൽ ഫോംസ്, മാക്സ്വെൽസ് ഇക്വേഷന്റെ ഡിഫറൻഷ്യൽ ഇന്റഗ്രൽ ഫോംസ് നോക്കണം. വേവ് ഇക്വേഷൻ,
പിന്നെ പോയിന്റിംഗ് വെക്ടർ. അതിനുശേഷം നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് പോകും. ക്യാരക്ടറിസ്റ്റിക്സ് ഇംപിഡൻസ് എന്താണ്, ഇംപിഡൻസ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്നൊക്കെ പറയും. അതിനുശേഷം ആന്റിന, ഡൈപോൾ ആന്റിനാസ്, റേഡിയേഷൻ പാറ്റേൺ, ആന്റിന പാരാമീറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ബേസിക്കലി അനലോഗ് കമ്മ്യൂണിക്കേഷനിലെ AM FM അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, മോഡുലേഷൻ ഡിമോഡുലേഷൻ, അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. പിന്നെ ഇൻഫർമേഷൻ തിയറി പഠിക്കണം. പിന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ PCM-ഉം DPCM-ഉം ASK FSK പിന്നെ PSK, പിന്നെ TDMA FDMA, അതിനുശേഷം മാക്സ്വെൽസ് ഇക്വേഷൻസ്, പോയിന്റിംഗ് വെക്ടർ, പിന്നെ ട്രാൻസ്മിഷൻ ലൈൻസ്, പിന്നെ ആന്റിന. ഇനി ലാസ്റ്റ് മൊഡ്യൂളിൽ പവർ ഇലക്ട്രോണിക്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പവർ ഇലക്ട്രോണിക്സിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രിൻസിപ്പൽ ഓപ്പറേഷൻ ഓഫ് ഡയാക്ക്, ട്രയാക്ക്, മോസ്ഫെറ്റ്, SCR സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ, ഇൻസുലേറ്റഡ് ഗേറ്റ്, ബൈപോളാർ ട്രാൻസിസ്റ്റർ, IGBT, ഇത്രയും കാര്യങ്ങളുടെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കും. ഓക്കെ. പിന്നെ അതില് ഈ പവർ ഡിവൈസസ് വെച്ചിട്ടുള്ള റെക്ടിഫയേഴ്സ് ആൻഡ് ഫിൽട്ടേഴ്സ്, അതിൽ ഹാഫ് ബ്രിഡ്ജ് ആൻഡ് ഫുൾ ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ് പഠിക്കാനുണ്ട് വിത്ത് ഫിൽട്ടർ, RC ഫിൽട്ടർ. അതിനുശേഷം വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, പിന്നെ വോൾട്ടേജ് ആൻഡ് കറന്റ് പ്രൊട്ടക്ഷൻ, പിന്നെ അതിനുശേഷം നമ്മൾ DC to DC കൺവേർട്ടർ, ചോപ്പറിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അതിൽ ബക്ക് റെഗുലേറ്ററും ബൂസ്റ്റ് റെഗുലേറ്ററും പഠിക്കാനുണ്ട്. പിന്നെ ഹാഫ് ബ്രിഡ്ജ് ആൻഡ് ഫുൾ ബ്രിഡ്ജ് കൺവേർട്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിനുശേഷം ഇൻവേർട്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക്സിനെ കുറിച്ച് നോക്കാനുണ്ട്. SMPS പഠിക്കാനുണ്ട്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് DC ആൻഡ് AC മോട്ടോർ കൺട്രോൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പവർ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനായിട്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള സിലബസ് വെച്ചിട്ട് ഉള്ള ടെക്നിക്കൽ പോർഷൻസ്. ഈ ഇത്രയും കാര്യങ്ങളാണ്. ഒരുവിധം നമുക്ക് ഇലക്ട്രിക്കലിൽ പഠിക്കുന്ന മെയിൻ കാര്യങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്ന മെയിൻ കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ് നമ്മളുടെ ഈ ഒരു കഴിഞ്ഞ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയുടെ 71/2024 എന്ന് പറയുന്ന പരീക്ഷയുടെ സിലബസ് വരുന്ന സമയത്ത് ഇതിലുള്ള മോസ്റ്റ് ഓഫ് ദി ടോപ്പിക്സും ഉണ്ടാവും. ചിലപ്പം ചെറിയ ടോപ്പിക്കുകളൊക്കെ ആഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് അന്നേരം ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ റെഫറൻസസ് നോക്കാം. റെഫറൻസസിൽ നമുക്ക് ഏതൊക്കെയാണ്, നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് പറഞ്ഞു. ആദ്യം നമ്മളുടെ ബേസിക് ഇലക്ട്രിക്കൽ ആണ്. അപ്പൊ അതിന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇലക്ട്രിക്കൽ ടെക്നോളജി ബൈ തെരേജയുടെ വോളിയം 1 നമുക്ക് ഈ ഒരു ആദ്യത്തെ ആ ഒരു പോർഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. പിന്നെ അതിനുശേഷം അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി. അപ്പൊ അതിൽ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്ന ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. മാത്യു NO സാദിഖു എന്ന് പറയുന്ന ഓഥറിന്റെ ബുക്ക്, നല്ലൊരു ബുക്കാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം നമുക്ക് മെഷീൻസിനെ കുറിച്ചിട്ടുള്ളതാണ്, AC ആൻഡ് DC മെഷീൻസിനെ കുറിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ തെരേജയുടെ തന്നെ നെക്സ്റ്റ് വോളിയം ഉണ്ട്. ആ വോളിയത്തിൽ നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് പവർ സിസ്റ്റം, അടുത്ത പവർ സിസ്റ്റം ആണ്. പവർ സിസ്റ്റം VK മേത്തയുടെ പ്രിൻസിപ്പിൾസ് ഓഫ് പവർ സിസ്റ്റം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നോക്കാം. ഓക്കെ. പിന്നെ കൺട്രോൾ സിസ്റ്റത്തിന് നമുക്ക് നഗരാത്ത് ആൻഡ് ഗോപാലിന്റെ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. മെഷർമെന്റ്സിന്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റ്സിന് AK ഷോണിയുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്ന ബുക്ക് നമുക്ക് നോക്കാം. പിന്നെ അനലോഗ് സർക്യൂട്ട്സ്, ഓപ്പാമ്പ്, ഇതൊക്കെ നമുക്ക് റോബർട്ട് ബോൾസ്റ്റഡിന്റെ ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിന്റെ ബുക്കുകൾ നോക്കാം. ഇനി ഓപ്പാമ്പ് വളരെ കുറഞ്ഞ പോർഷൻ മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ റോയ് ചൗധരിയുടെ ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് നോക്കാം. ഓക്കെ. ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ഓപ്പാമ്പിന്. പിന്നെ ഡിജിറ്റലിന് നിങ്ങൾക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾസ് ബൈ മോറിസ് മാനോയുടെ ബുക്ക് നോക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സർക്യൂട്ട്സ് ഒരു ആനന്ദ് കുമാറിന്റെ ഉണ്ട്, കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ബുക്കാണ് കേട്ടോ. ഒരു ആനന്ദ് കുമാറിന്റെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ബുക്ക്. കമ്മ്യൂണിക്കേഷൻ, അനലോഗും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ നമുക്ക് കെന്നഡിയുടെ ബുക്ക് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ പവർ ഇലക്ട്രോണിക്സിന് MD സിംഗിന്റെ ബുക്ക് റെഫർ ചെയ്യാം. പിന്നെ നമുക്ക് ഇതെല്ലാം നമ്മളുടെ കൺസെപ്റ്റ് തറവോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുക്കുകളൊക്കെ റെഫർ ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്
നോക്കാം. ഡൗട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ വരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബുക്സ് യൂസ് ചെയ്യാം. അതല്ലാതെ നമ്മൾ ഇത്രയും അധികം ടോപ്പിക്കുകളും സബ്ജക്റ്റുകളും വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കുമ്പോൾ ബുക്ക് മാത്രം വായിച്ച് നമ്മൾ എത്തില്ല. ഓക്കെ. പിന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 𝗙𝗢𝗢𝗧 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗില്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പൊ അതിനകത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, വളരെ ലോ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ് എഴുതുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ റെഫറൻസസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സിലബസ് അറിഞ്ഞു. ഇനി സിലബസിനനുസരിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ഇനി ആദ്യം തന്നെ നമ്മളിപ്പം എന്താണ് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് അല്ലെ? ആ സിലബസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ചെയ്ത് തുടങ്ങുക അല്ലെ? അത് തുടങ്ങുന്നതിനെക്കാട്ടും മുന്നേ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിലബസിനെ നമ്മൾ വിശദമായിട്ടൊന്ന് പഠിക്കുക. സിലബസിൽ എന്തൊക്കെയുണ്ട്, സിലബസ് എനിക്കതിനകത്ത് ഏതൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത്, ഞാൻ ഈ ഓരോ ടോപ്പിക്കിനും മെറ്റീരിയൽസ് ഞാൻ എവിടെ നിന്ന് കളക്ട് ചെയ്യും, അങ്ങനെ സിലബസ് എന്താണെന്നും അതിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് സിലബസിനെ നമ്മൾ നന്നായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിനെക്കാട്ടും മുന്നേ അതിനുശേഷം നമ്മൾ ആ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കുറെ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് വെച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ഈസി ആയിട്ടുള്ളത് ഉണ്ടാകും. പക്ഷെ നമുക്ക് നല്ല ടഫ് ആയിട്ടുള്ള കുറെ പോർഷൻസും ഉണ്ടാകും, കുറെ സബ്ജക്റ്റുകളും ഉണ്ടാകും. അപ്പൊ നമ്മൾ അതിനെ അങ്ങനെ സോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഓരോന്നിനും ടൈം അലോക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡേയ്സ് അലോക്കേറ്റ് ചെയ്യുക. ഇത്ര ദിവസം എനിക്ക് ഇന്ന സബ്ജക്ട് പഠിക്കാൻ വേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ഇതിന് ഇത്ര ടൈം കൂടുതൽ കൊടുത്താൽ മാത്രമേ എനിക്കിത് കവർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് എനിക്ക് വേറെ സബ്ജക്റ്റുകൾ നമുക്കറിയാവുന്നതാണെങ്കിൽ നമുക്ക് അതിന് ഇത്ര കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ ആ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുക ഒരു മെത്തേഡ്. പിന്നെ നമുക്ക് ഒറിജിനൽ സിലബസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ മോഡ്യൂളുകളിലും ഇത്ര മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ഉണ്ടാവും അല്ലെ? ഇപ്പൊ മോഡ്യൂൾ 1 മുതൽ 10 വരെയാണ് സാധാരണ ഇപ്പൊ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പം ഈച്ച് മോഡ്യൂളിനും ഇത്ര വെയിറ്റേജ് ഉണ്ട്. ചിലപ്പം അത് ഈക്വൽ വെയിറ്റേജ് ആവാം, ചിലപ്പോൾ അത് വേരി ചെയ്യാം. അപ്പൊ അങ്ങനെ വേരി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മോഡ്യൂളിനാണോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് അത് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കണം. കാരണം നമ്മൾ അതിനകത്ത് നിന്ന് നമ്മൾ ഒന്നും ഒഴിവാക്കി വിടരുത്. കാരണം അതിൽ നിന്ന് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ളതാണ്. ഓക്കെ. ചില സമയത്ത് ചില മോഡ്യൂളുകൾ അതിന്റെ കണ്ടന്റ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഉണ്ടാകും. ഓക്കെ. ഭയങ്കര കൂടുതലായിട്ടുണ്ടാകും, പക്ഷെ അതിന് മാർക്ക് വെയിറ്റേജ് കുറവായിരിക്കും. അപ്പൊ നമ്മളത് പഠിക്കാനായിട്ട് കുറെ ടൈം എടുക്കേണ്ടി വരും. പക്ഷെ മാർക്ക് വെയിറ്റേജ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അത്രത്തോളം ടൈം അലോട്ട് ചെയ്യുന്നത് ചിലപ്പോൾ അബദ്ധമായി പോയേക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ സിലബസ് അറിഞ്ഞതിന് ശേഷം സിലബസിൽ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ നമ്മളുടെ ഈസിനെസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവലും കൂടെ വെച്ചിട്ട് നമ്മൾ ഈ സബ്ജക്റ്റുകളെ എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന സബ്ജക്റ്റുകൾക്ക് ഇന്ന മോഡ്യൂളുകൾക്ക് ഞാൻ ഇത്ര ദിവസം കൊടുക്കുന്നു, ഇന്ന ദിവസം ഞാൻ ഇന്നതൊക്കെ പഠിച്ചു കഴിയും, ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ടേ കിടക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ടോപ്പിക്കുകൾക്കും നമ്മൾ ഓരോ ടൈം അലോക്കേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിനും എത്രത്തോളം സമയം വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ അതായത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ആ ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ആ ഷെഡ്യൂളിന് സ്റ്റിക്ക് ഓൺ ചെയ്യുക. എന്നിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ഓൾറെഡി മെറ്റീരിയൽസ് അതിന് വേണ്ടിയിട്ടുള്ള പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടാകും. ഒന്നെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തിട്ടുണ്ടാവാം, അതിന്റെ വീഡിയോ ലെക്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ നോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ച് നിങ്ങൾ ഓരോരോ പോർഷൻസ് പറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ പഠിച്ചു തുടങ്ങുക. പഠിക്കുമ്പം നമ്മൾ പാരലായിട്ട് നമ്മളുടേതായിട്ടുള്ള നോട്ടും കൂടി എഴുതി വെക്കണം. ഓക്കെ. നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് നമ്മളുടെ രീതിയിൽ നമ്മൾ നോട്ട് എഴുതി വെക്കുക. ഓക്കെ. ആ നോട്ട് എഴുതി വെക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഷോർട്ട് നോട്ട് നമ്മൾ വേറെ കീപ്പ് ചെയ്യുക. ഇക്വേഷൻസ്, നമുക്ക് മറന്നു പോകുന്ന കാര്യങ്ങൾ, നമുക്ക് ടഫായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊരു പാരലൽ നോട്ടും കൂടെ കീപ്പ് ചെയ്യാം. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഒരു ടോപ്പിക് കഴിഞ്ഞു അതിന്റെ MCQs വർക്ക്ഔട്ട് ചെയ്യാം.
ആ ടോപ്പിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ MCQs വർക്കൗട്ട് ചെയ്യാം നമുക്ക് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ. അപ്പൊ നിങ്ങൾ ഈ ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ MCQs കിട്ടും. ഓരോ ക്ലാസ് കഴിയുമ്പോഴും MCQs കിട്ടും. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ MCQന്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് സൈറ്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പരമാവധി എപ്പോഴും MCQ വർക്കൗട്ട് ചെയ്യുക. സബ്ജക്ട് മാത്രം നമ്മൾ പഠിച്ചു പോയതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഈ MCQ എഴുതി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് പരീക്ഷയെ നല്ല കോൺഫിഡൻസോട് കൂടി നേരിടാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ ഓരോ ടോപ്പിക്, ഇപ്പൊ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതിനകത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ KCL ആണ് പഠിക്കണമെങ്കിൽ KCL നിന്ന് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മുൻപ് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഫുള്ളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക സിലബസ്. എന്നിട്ട് നമ്മൾ വീണ്ടും റിവിഷൻ ചെയ്യുക. ഈ ഓരോ ദിവസവും നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ആ വീക്കെൻഡ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഒന്ന് പെട്ടെന്ന് മറിച്ച് നോക്കണം, ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ ഒരു ടോപ്പിക് പഠിച്ചു, നാളെ നമ്മൾ അടുത്ത ടോപ്പിക് പഠിക്കാനിരിക്കുന്ന സമയത്തേക്ക് തലേദിവസം പഠിച്ചത് നമ്മൾ ജസ്റ്റ് അത് നമ്മൾ കംപ്ലീറ്റ് ഒന്നും വായിക്കേണ്ടി വരില്ല. നമുക്ക് നമ്മൾ എഴുതിയ നോട്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക, എല്ലാ കാര്യങ്ങളും ഓർമ്മയില്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ നമ്മൾ പല ആവർത്തി കാണുമ്പം അത് നമ്മളുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീഡ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നീട് നമുക്കത് മറന്നു പോവില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ മതിയാവും, ഈ റിവിഷന് വേണ്ടിയിട്ടുള്ള സമയം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് തവണ റിവൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടുതൽ സമയം എടുത്തേക്കാം. രണ്ടാമത് ഒരു തവണയും കൂടെ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ അത്രയും സമയം വേണ്ടി വരില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ഇരുന്ന് പഠിച്ച അത്രയും സമയം നമുക്ക് ഫസ്റ്റ് റിവിഷൻ ചെയ്യാൻ വേണ്ടി വരില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ റിവൈസ് ചെയ്ത് അവസാനം നമുക്ക് പരീക്ഷയുടെ മുന്നേ ആവുന്ന സമയത്ത് നമുക്ക് ഈ എൻറ്റയർ സിലബസിൽ നിന്നും റിവൈസ് ചെയ്യാനായിട്ട് 1-2 പേജേ നമുക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി നോക്കേണ്ട കാര്യങ്ങൾ അത്രേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ നമ്മള് പഠിച്ച് കൊണ്ടുവരിക. ഓക്കെ, ഇനി നമുക്ക് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് എക്സാമിനേഷൻ ആണല്ലോ. അപ്പൊ അത് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള സോഴ്സുകളാണ് നമ്മളുടെ സൈറ്റുകളായിട്ടുള്ള textbook.com, എക്സാം വേദ, സാൻ ഫൗണ്ടറി, ഒബ്ജക്റ്റീവ് ബുക്സ്, കാരിയർ റൈഡ്, ഇതൊക്കെ. ഇനി നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ ഏതെങ്കിലും കൺസെപ്റ്റ് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ NPTELന്റെ ഓരോ കോഴ്സുകൾക്കും, ഇപ്പം ഇലക്ട്രോണിക് ഡിവൈസസ് നോക്കുവാണെങ്കിൽ അതിന് ഏബിൾ ആയിട്ടുള്ള IIT-യിലെ പ്രൊഫസർമാരുടെ ക്ലാസ്സുകളൊക്കെ ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ MCQ അല്ല, കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആക്കാൻ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇതെല്ലാം ബാക്കിയെല്ലാം നമുക്ക് MCQs വർക്കൗട്ട് ചെയ്യുന്നതിനുള്ള സൈറ്റുകളാണ്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പൊ ഒരു ടോപ്പിക് തന്നെ അടിച്ചു കൊടുത്താൽ അതിൽ ആദ്യമായിട്ട് നമ്മൾ ഗൂഗിളിൽ വരുന്ന ഒരു സൈറ്റ് ആയിരിക്കും ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്, ഏറ്റവും ഒന്നാമത്തെ രണ്ടാമത്തെ ഒക്കെ ആയിട്ട്. അപ്പൊ ഈ ഒരു ചാനലിന്റെ അല്ലെങ്കിൽ ഈ ഒരു അഡ്രസ്സിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില് ഒരു MCQ ക്വസ്റ്റ്യൻ ഉണ്ടാകും, 4 ഓപ്ഷൻസ് ഉണ്ടാകും. അതിന്റെ ആൻസർ പറയുന്നതിനോടൊപ്പം തന്നെ അതിന്റെ കറക്റ്റ് ആൻസർ എങ്ങനെയാണ് വന്നതിനോടൊപ്പം തന്നെ അതിന്റെ ബാക്കിയുള്ള 3 ഓപ്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മൾ ബാക്കി 3 പോയിന്റ്സും കൂടെ നമ്മൾ അതിനകത്ത് നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ നല്ല ഒരു പ്രാക്ടീസ് ആണ്, ഈ textbook.com എന്ന് പറയുന്ന സബ് വെബ്സൈറ്റിൽ നിന്നുള്ള MCQs ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നമ്മളുടെ 200 days സ്റ്റഡി പ്ലാനിലേക്കാണ് നമ്മൾ പോകുന്നത്. 200 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഇതുവരെ പരീക്ഷ വന്നിട്ടില്ലല്ലോ, പരീക്ഷ നോട്ടിഫിക്കേഷൻ ഒന്നും എത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് സമയം ഉണ്ടാകും. നമുക്ക് 200 ദിവസമൊക്കെ നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന ആളിനൊക്കെ 200 ദിവസം വളരെയധികം കൂടുതൽ തന്നെയാണ്. ഈ ഒരു നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു സമയം നമുക്ക് ഇത്രയും ദിവസം കൊണ്ട് ഉണ്ടാകും. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനും സ്ട്രാറ്റജിയും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പോർഷൻസ് എല്ലാം തീർക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ MCQs വർക്കൗട്ട് ചെയ്യാനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാനും ആ റിലേറ്റഡ് ഏരിയയിൽ നിന്ന് കേരള PSCക്ക് വിവിധ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് പോകാം. ഞാനിവിടെ ഈ 200-ല് ഔട്ട് ഓഫ് 200-ല് ഈ 165 ഡേയ്സ് എടുത്തിട്ട് നമ്മൾ ഓരോ മോഡ്യൂളും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പിക്സുകളെല്ലാം നമ്മൾ
കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്യുന്ന ഓരോ ടോപ്പിക്കും നമ്മൾ പഠിക്കുന്നു, അതിന്റെ MCQ വർക്ക്ഔട്ട് ചെയ്ത് പോകാനൊക്കെയുള്ള ടൈം അതിനകത്ത് കിട്ടും. ഓക്കെ, മൊഡ്യൂൾ വൈസ് റിവിഷനും കൂടെ ഈ 165 ഡേയ്സിൽ നമ്മൾ ചെയ്തു പോകും. ഓക്കെ, അതിനുശേഷം വരുന്ന നെക്സ്റ്റ് 30 ഡേയ്സിൽ നമ്മൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഓരോ മോഡ്യൂളിലും നമ്മൾ റിവൈസ് ചെയ്യും. ഒരു മോഡ്യൂളിന് 3 ദിവസം വെച്ചിട്ട് അവിടെ നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, MCQ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ. ആ MCQ വഴി നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ത്രൂ MCQ, ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു 30 ദിവസം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് വരുന്ന 195 ഡേയ്സ് ആയി, ഇവിടെ വരുമ്പോൾ 195. നെക്സ്റ്റ് വരുന്ന ലാസ്റ്റ് 5 ഡേയ്സിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പ്രീവിയസ് കേരള PSCയുടെ വിവിധ എക്സാമിനേഷനുകൾക്ക് ഈ ഭാഗത്തുകൾ, ഈ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ട് അതൊക്കെ നമ്മൾ എടുത്തു വെക്കണം. എപ്പം, ഈ ഒരു 165 ഡേയ്സിന്റെ ഉള്ളിൽ നമ്മൾ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും നമ്മൾ അത് കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, എടുത്തു വെച്ചിട്ട് നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ നോക്കുന്നു, തെറ്റുകൾ ഉണ്ടെങ്കിൽ അനലൈസ് ചെയ്യുന്നു, തിരുത്തുന്നു, വീണ്ടും നമ്മൾ റിവൈസ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് 5 ദിവസം ഓരോ മോഡ്യൂളിനും വെച്ചിട്ട് 2 മോഡ്യൂൾ നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് നമ്മൾ ചെയ്തു പോകണം, എന്നാലേ നമുക്കത് കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതില് ഇങ്ങനെയാണ് 165 ഡേയ്സ് നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. 165 ഡേയ്സ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് നമ്മൾ 15 ഡേയ്സ് കൊടുത്തു. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിക്കും 15 ഡേയ്സ് കൊടുത്തു. ഇലക്ട്രിക്കൽ മെഷീൻസിന് നമ്മൾ 15 ഡേയ്സ് കൊടുത്തു. ഇപ്പൊ ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സുകാരോ അങ്ങനെ വകതിരിവോ ഒന്നും ഇല്ലാതെ നമ്മൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇനി ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ഇപ്പൊ ചില ആളുകൾക്ക് ഇലക്ട്രിക്കലുകാരാണെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നും 15 ദിവസം വേണ്ട. അപ്പൊ അവർക്ക് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കുറച്ച് കൂടുതൽ ദിവസം വേണ്ടത്. കമ്മ്യൂണിക്കേഷൻ കുറച്ച് കൂടുതൽ ടോപ്പിക് ഉള്ളത് കാരണം ഞാൻ ഓൾറെഡി 20 ദിവസം ഇട്ടിട്ടുണ്ട്. ഇനി അവർക്ക് വേണമെങ്കിൽ ഇതിന് ഇത്രയും ദിവസം വേണ്ടാന്ന് ഉണ്ടെങ്കിൽ ഇതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യും. അപ്പൊ അത് അവരവരുടെ ചോയ്സ് അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ പവർ സിസ്റ്റംസിന് 15 ദിവസം കൊടുത്തു, കൺട്രോൾ സിസ്റ്റംസിന് 15 ദിവസം കൊടുത്തു, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെന്റ്സിന് 15 ദിവസം, എല്ലാത്തിനും 15 ദിവസം എക്സെപ്റ്റ് കമ്മ്യൂണിക്കേഷൻ കുറച്ച് കൂടുതൽ ടോപ്പിക്സുകൾ ഉണ്ട്, അതുകൊണ്ട് അവിടെ 20 ഡേയ്സ് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതില് 165 ഡേയ്സ് ആവില്ല, 155 ഡേയ്സേ ആവുള്ളൂ. പ്ലസ് ഈ 10 ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ മൊഡ്യൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് വെക്കും. അപ്പൊ ആ 10 ദിവസം അങ്ങനെയും കൂടെ വെച്ചിട്ടാണ് ഇവിടെ 165 വരുന്നത്. അപ്പൊ നമ്മള് പഠിത്തത്തോടൊപ്പം തന്നെ ഫസ്റ്റ് റിവിഷനും 165 ഡേയ്സിൽ ചെയ്യും. പിന്നെ നമ്മൾ 30 ഡേയ്സ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള റിവിഷനിൽ നമ്മൾ രണ്ടാമത്തോ മൂന്നാമത്തോ റിവിഷനൊക്കെയാണ് ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഇപ്പൊ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 15 ദിവസം. അപ്പൊ നമ്മൾ അതിന്റെ ടോപ്പിക്കുകൾ സിലബസിൽ നിന്ന് നമ്മൾ ടോപ്പിക് എടുത്തു. ഇപ്പൊ ഫസ്റ്റ് ടോപ്പിക്കുകളിൽ സിംഗിൾ ഫേസ് സർക്യൂട്ട്സിനെ കുറിച്ചിട്ടാണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഞാൻ അത് ആദ്യത്തെ ദിവസം ഞാൻ പഠിച്ചിട്ട് അതിന്റെ MCQs വർക്ക്ഔട്ട് ചെയ്തു. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാരലൽ നോട്ടിൽ എഴുതിയും വെച്ചു, ഇക്വേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എഴുതിയും വെച്ചു. ഓക്കെ, ഇനി രണ്ടാമത്തെ ദിവസം 3 ഫേസ് സർക്യൂട്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതേപോലെ തന്നെ 3 ഫേസ് സർക്യൂട്ട്സ് നമ്മൾ പഠിച്ചു. നോട്ട് ആണെങ്കിൽ നോട്ട്, വീഡിയോ ക്ലാസ്സുകളാണെങ്കിൽ വീഡിയോ ക്ലാസ്, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി ക്ലിയർ ചെയ്യുക, എങ്ങനെയാണോ നിങ്ങൾക്ക് കൺവീനിയന്റ് ആ രീതിയിൽ ചെയ്യുക, ഇതിന്റെ MCQ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അന്ന് കിടക്കുന്നതിനെക്കാട്ടും മുന്നേ തലേദിവസത്തെയും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് കിടക്കുക. ഓക്കെ, തലേദിവസം പഠിച്ചത് റിവൈസ് ചെയ്യാനായിട്ട്, അപ്പൊ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ റിവിഷന് നമുക്ക് വളരെ കുറഞ്ഞ സമയം, ഒരു 15 to half an hour നമുക്ക് ആ റിവിഷനും കൂടെ കഴിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ദിവസം നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുക, കിർച്ചോഫ്സ് വോൾട്ടേജിലോ കിർച്ചോഫ്സ് കറന്റിലോ പഠിക്കുക. അപ്പൊ അതിൽ നിന്നുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ MCQ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഈ 2 പോർഷനും റിവൈസും കൂടെ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓരോ ദിവസവും പുതിയ ടോപ്പിക് പഠിക്കുമ്പോൾ അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പഴയതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്മൾ മറന്നു പോകൂല. ഫസ്റ്റ് പഠിച്ചത് അങ്ങനെ മറന്നു പോവാതിരിക്കും.
അങ്ങനെ നമ്മൾ ഓരോ ടോപ്പിക്കുകളും ഇവിടെ എഴുതിയിട്ടുണ്ട്. സിലബസിലുള്ള ഓരോ ടോപ്പിക്കുകളും നമ്മളിവിടെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്കും വിട്ടുപോകാതെ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ 15 ദിവസം കൊണ്ട് ഓരോ ടോപ്പിക്കും റിവൈസ് ചെയ്യുക. തൊട്ട് മുന്നേയുള്ള ദിവസം ഇപ്പൊ നമ്മൾ 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഇത് റിവൈസ് ചെയ്യാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. പക്ഷെ ഇത് റിവൈസ് ചെയ്യാൻ 15 മിനിറ്റ് എടുക്കില്ല. അപ്പൊ നമുക്ക് ചിലപ്പോൾ 5-10 മിനിറ്റിലെ ഉള്ളിൽ കഴിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് എപ്പോഴും ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അന്നേരം നമ്മളുടെ കണ്ണിൽ കൂടെ കണ്ടുപോകും അല്ലെ. അപ്പൊ അതേ ക്വസ്റ്റ്യൻ നമ്മൾ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നോഡൽ അനാലിസിസ്, മെഷ് കറണ്ട് അനാലിസിസ്, ഇത് രണ്ടും നമ്മൾ ഒരു ദിവസം നോക്കാം. പിന്നെ AC/DC നെറ്റ്വർക്സിന്റെ ട്രാൻസിയന്റ് റെസ്പോൺസ് നോക്കി. നെക്സ്റ്റ് ഡേ സൈനസോയിഡ് സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് നോക്കി. റെസണൻസ്, പിന്നെ പാസീവ് ഫിൽട്ടേഴ്സിനെ കുറിച്ച്, ഐഡിയൽ കറണ്ട് ആൻഡ് വോൾട്ടേജ് സോഴ്സിനെ കുറിച്ച്, തെവനിയൻസ് തിയറത്തെ കുറിച്ച്, പിന്നെ നോർട്ടൺസ് തിയറം. അങ്ങനെ 15 ദിവസം ഫസ്റ്റ് 15 ഡേയ്സ് നമ്മൾ ഈ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ടോപ്പിക്കുകളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കി ഓരോ ദിവസവും പഠിക്കുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഉള്ളത് വരെയുള്ളത് റിവൈസ് ചെയ്തു പോകുന്നു. ലാസ്റ്റ് ഡേ 15-ാമത്തെ ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ ഈ മോഡ്യൂൾ റിവിഷൻ ആണ് ചെയ്യുന്നത്. 1 മുതൽ 15 ദിവസം വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്ത് പോകുന്നു. അതിന്റെ ഒപ്പം എപ്പോഴും നമ്മൾ ഈ ഫുൾ റിവിഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും MCQ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. കൂടുതൽ MCQs ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നോ അങ്ങനെയൊക്കെയുള്ള MCQs വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ MCQ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസറിന് ഒന്നെങ്കിൽ റോങ് ആയി പോവുകയോ അല്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടാതെ വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോർഷനിൽ നമുക്ക് കുറച്ച് വീക്ക്നെസ് ആണെന്നാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, അത് റിവൈസ് ചെയ്യുക, ആ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റിക് EMFT ആണ് അടുത്ത മോഡ്യൂള്. EMFT നെക്സ്റ്റ് 15 ഡേയ്സ് 17 മുതൽ നമ്മൾ 18, 19 4 ദിവസം, പിന്നെ അതിനുശേഷമുള്ള 5 ദിവസം, 5, 4, 9, 9, 5, 14, 1, 15. ഈ 15 ദിവസം നമ്മൾ EMFT പഠിച്ചു, നെക്സ്റ്റ് മോഡ്യൂൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ ആ മോഡ്യൂളിന്റെ കംപ്ലീറ്റ് റിവിഷൻ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസവും എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഡേയുടെ ഫസ്റ്റ് ഡേ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ തൊട്ട് മുന്നേ ഉള്ള ടോപ്പിക്കുകൾ, അതിൽ നിന്നുള്ള ടോപ്പിക്കുകൾ റിവൈസ് ചെയ്ത് പോകണം കേട്ടോ. അതിനുശേഷം നമ്മൾ അടുത്ത മോഡ്യൂള് നമ്മളുടെ മെഷീൻസിനെ പറ്റി, DC/AC മെഷീൻസിനെ പറ്റിയിട്ട് ഒരു 15 ദിവസത്തെ സ്റ്റഡി. ഓക്കെ, ഇപ്പൊ 3, 3, 5, 8 ഞാൻ എല്ലാം പിന്നെയും വായിക്കുന്നത് നമ്മൾ ഓൾറെഡി സിലബസ് പറഞ്ഞതല്ലേ. 8, 8, 5, 13, 13, 2, 15 15 ദിവസം കൊടുത്തു. 16-ാമത്തെ ദിവസം നമ്മൾ ആ മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ പിന്നെ പവർ സിസ്റ്റംസിലോട്ടാണ്. പവർ സിസ്റ്റംസിനും നമ്മൾ 15 ദിവസം. ഇപ്പൊ 2, 2, 2, 5, 2, 7, 7, 5, 12, 13, 14, 15 ദിവസം. പിന്നെ ആ മോഡ്യൂള് കംപ്ലീറ്റ് റിവിഷൻ ചെയ്തു. നെക്സ്റ്റ് അടുത്ത് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന് 15 ദിവസമാണ്. ഇപ്പൊ 1, 1 to 5, 6, 6 to 5, 11, 11 to 4 അല്ലെ, 15 ആയി. 50 റിവിഷൻ, കംപ്ലീറ്റ് റിവിഷൻ. ഓക്കെ, അങ്ങനെ 80 ഡേയ്സ് ആയി. അതിനുശേഷം നമ്മൾ അടുത്ത മോഡ്യൂള് ഇൻസ്ട്രുമെന്റേഷൻ ആണ്, ഇലക്ട്രിക് മെഷർമെന്റ്സ് ആണ്. അതിന് 15 ദിവസം. 5, 10, 15, then ലാസ്റ്റ് മോഡ്യൂൾ റിവിഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക, ഓരോ മോഡ്യൂൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്, RTQ എന്ന് പറയും. ഓക്കെ, നമ്മൾ ആ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുന്നത് ക്വസ്റ്റ്യനിലൂടെ ആവണം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഫൈനൽ പരീക്ഷയ്ക്ക് നമുക്ക് കാര്യം ഉണ്ടാവില്ല. നമ്മൾ എത്ര ദിവസം അതെടുത്ത് പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ MCQ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. എങ്കിലേ നമുക്ക് ഈ മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് അനലോഗ് സർക്യൂട്ട്സ്, അനലോഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. അപ്പൊ അതിനും 15 ദിവസമാണ് കൊടുത്തത്. ഇപ്പൊ 4, 1, 2, 3, 4, പിന്നെ 9, 9, 5, 14, 15 ദിവസം. 16th ഡേയിൽ നമ്മൾ റിവിഷൻ കംപ്ലീറ്റ് ആക്കി. അടുത്ത നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട്സിന്റെ മോഡ്യൂളാണ്. ഡിജിറ്റൽ സർക്യൂട്ട്സിന്റെ മോഡ്യൂളും 15 ദിവസം. 3, 5, 8,
8 5 13 15. ഓക്കെ, 15 ദിവസം അതിനും കൊടുത്തു. ഇവിടെ റിവിഷൻ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മുടെ വലിയ മോഡ്യൂൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ 20 ഡേയ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കമ്മ്യൂണിക്കേഷന്. 21st ഡേയിൽ അതിന്റെ റിവിഷൻ. ഓക്കെ, അപ്പൊ 2 7 12 12 5 17 18 19 20. ഓക്കെ, 21ാമത്തെ ദിവസം മോഡ്യൂൾ 9 കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തു. പിന്നെ അടുത്തത് ലാസ്റ്റ് മോഡ്യൂള് പവർ ഇലക്ട്രോണിക്സിന്റെ മോഡ്യൂളാണ്. അപ്പൊ അതിന് 15 ദിവസം. 1 1 to 5 6 6 to 5 11 12 13 14 15 16. 16th ഡേയിൽ നമ്മൾ അതിന്റെ റിവിഷൻ. ഇപ്പൊ നമ്മൾ 165 ഡേ കംപ്ലീറ്റ് ചെയ്തു. 165 ദിവസം എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഫുള്ള് ടോപ്പിക്കുകളും പഠിച്ചു. പഠിക്കുക മാത്രമല്ല ചെയ്ത്, ഓരോ മോഡ്യൂളിനും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ദിവസം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനും അതുവഴി റിവിഷൻ ചെയ്യാനും നമ്മൾ കൊടുത്തു. റിവിഷൻ ത്രൂ ക്വസ്റ്റ്യൻസ് ചെയ്തു. പിന്നെ ഓരോ ദിവസം പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തൊട്ട് തലേ ആ മോഡ്യൂളിൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്നിട്ട് നമുക്ക് അറിയാൻ വയ്യാത്തതും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഷോർട്ട് ആയിട്ട് നോട്ടും ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പൊ അവസാനം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി അടുത്ത റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഫുള്ള് കാര്യങ്ങളും റിവിഷൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ള ആ ചെറിയ നോട്ട് ഉണ്ടല്ലോ, അത് മാത്രം നമ്മൾ റിവൈസ് ചെയ്ത് പോയാൽ മതിയാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഒന്നാമത് നമ്മൾ ഫസ്റ്റ് ടൈം പഠിക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ നോട്ട് ഉണ്ടാക്കുന്നു. അത് നമ്മൾ ഒരു പ്രാവശ്യം വായിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാത്ത പോർഷൻ നമ്മൾ വേറൊരു ചെറിയ നോട്ടിലേക്ക് എഴുതി വെക്കുന്നു. അടുത്ത ദിവസം നമ്മൾ റിവിഷൻ ചെയ്യാൻ നേരത്തെ അത് നോക്കിയാൽ മതി, അല്ലെ? മറ്റേത് അത്ര പ്രശ്നമില്ല. നമ്മൾ പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് ഈ ചെറിയ നോട്ടിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ആ പോർഷനും കൂടെ ഒന്നും കൂടെ റിവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ 165 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു ഫുള്ള്. എത്രയോ തവണ അപ്പൊ നമ്മൾ റിവിഷൻ ചെയ്തു പോയി. ഓരോ ടോപ്പിക്കുകളും നമ്മൾ പഠിച്ച് പോയി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്നത് ഓരോ 3 ദിവസത്തിലും നമ്മൾ ഒരു മോഡ്യൂൾ റിവൈസ് ചെയ്യുന്നു. 3 ദിവസം മോഡ്യൂൾ 1 166 to 168. അടുത്ത 3 ദിവസം നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് ചെയ്യുമ്പോൾ നമ്മൾ MCQ മാത്രം ചെയ്യാം. ഓക്കെ, MCQ മാത്രം ചെയ്തു പോവുക. MCQ ചെയ്യുക. ഇവിടെ നമ്മൾ MCQ ചെയ്യാം. MCQ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? കൺസെപ്റ്റുകളെല്ലാം ഉണ്ടാകും, ആ MCQയിൽ തന്നെ ഉണ്ടാകും. ഇനി നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ നമുക്ക് അറിയാതെ വരികയോ ചെയ്യുമ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ആ പോർഷൻ നമ്മൾ റിവൈസും കൂടെ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ 30 ദിവസം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? 30 ദിവസം എടുത്തിട്ട് 10 മോഡ്യൂളും റിവൈസ് ചെയ്തു. 3 വെച്ചിട്ട് ഓരോ ദിവസം. ഓക്കെ, അപ്പൊ ഇവിടെ 5 മോഡ്യൂൾ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ 15 ഡേയ്സിൽ അടുത്ത 5 മോഡ്യൂളും കൂടെ ചെയ്തു. ഓക്കെ, ഇപ്പൊ 195 ഡേയ്സ് വരെ നമ്മളുടെ കംപ്ലീറ്റ് ആയി. 195 ഡേയ്സ് വരെ കംപ്ലീറ്റ്. ഓക്കെ, ഇനി ആകെ 5 ദിവസമാണ് 200 ദിവസത്തിൽ അവശേഷിക്കുന്നത്. ആ 5 ദിവസം നമ്മൾ എന്ത് ചെയ്തു? 5 ദിവസം നമ്മളുടെ കേരള PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് പല പരീക്ഷകൾക്കും ഇപ്പം ചോദിച്ചിട്ടുണ്ടാകും. അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ആയിക്കോട്ടെ, ഇപ്പൊ ഇലക്ട്രിക്കലിന്റെ പോർഷൻസും ഒക്കെ KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അങ്ങനെ പല പരീക്ഷകളും ഉണ്ടാകും. അപ്പൊ ആ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നൊക്കെ നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതേ ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. ഓൾറെഡി നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ MCQ ചെയ്യുമ്പോൾ തന്നെ അത് കളക്ട് ചെയ്ത് പോകണം. അപ്പൊ അത് മാത്രം ഒന്ന് എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ദിവസങ്ങളിൽ നമുക്ക് പുതിയ ടോപ്പിക്കുകൾ പഠിക്കാനുള്ള സമയമല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സമയമായിരിക്കും. അങ്ങനെ 200 ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നതിന്റെ ഇടയിൽ നമുക്ക് നമ്മളുടെ ഒഫീഷ്യൽ സിലബസ് വരാം, നമ്മളുടെ ഫൈനൽ സിലബസ് നമുക്ക് വരാം. അപ്പൊ ആ സിലബസ് വന്ന് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ദിവസം തന്നെ നമ്മൾ ഈ പോകുന്ന പ്ലാനിൽ നിന്ന് വ്യത്യാസം വരുത്തണോ, പുതിയ പോർഷൻസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് എന്തെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളത് അന്നേരം നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം.
അപ്പൊ അതിനു മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ സ്റ്റഡി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നമ്മൾ സബ്ജക്റ്റുകൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുക. നമ്മളുടെ നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമുക്ക് പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ കോച്ചിങ് സെന്ററുകളിൽ നിന്നൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരും അല്ലെ? ടീച്ചേഴ്സ് എടുക്കുന്ന നോട്ട്സോ അല്ലെങ്കിൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട്സോ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള PDFs ഒക്കെ ഉണ്ടാവാം. പക്ഷെ എപ്പോഴും നമുക്ക് നമ്മളുടെ മനസ്സിലേക്ക് അല്ലെ, നമ്മള് കാണുന്നത് പെട്ടെന്ന് മറന്നു പോകും അല്ലെ? നമ്മളെന്തെങ്കിലും കണ്ട് ഇതാക്കുകയാണെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. വായിച്ചാൽ കുറച്ചും കൂടെ മനസ്സിലേക്ക് നമുക്ക് ഇരിക്കുന്നതാണ്. അത് പക്ഷെ എഴുതും കൂടെ ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് നന്നായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് അത് പതിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും അതാണ്. വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടു പഠിക്കുന്നത് നമ്മൾ പെട്ടെന്ന് മറന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നേരെ മറിച്ച് നമ്മൾ പുസ്തകം വായിച്ചാൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിച്ചാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലേക്ക് ഇരിക്കും. ആ പുസ്തകത്തിന്റെ പേജുകൾ എവിടെയാണോ അല്ലെങ്കിൽ അത് ഏത് പോർഷനിലാണ് എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മളുടെ കുറച്ചും കൂടി ഉണ്ടാവും. ഇനി അത് നമ്മൾ സ്വന്തം എഴുതുന്നതാണെങ്കിലോ നമുക്കത് കുറച്ചും കൂടി നല്ല രീതിയിൽ അത് ഏത് ഭാഗത്താണ് നമ്മൾ എഴുതിയിട്ടുള്ള എത്രാമത്തെ പേജാണ് അതൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ബുക്കുകളിലാണെങ്കിൽ കുറച്ചും കൂടി അറിയാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ അതാണ് എപ്പോഴും എഴുതണം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഒരു പാരലൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇക്വേഷൻസിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നമുക്ക് ഈ ഒരു MCQ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ട്രാക്ക് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മളുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് PWD കോഴ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടാകും. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് സെഷൻസ് ഉണ്ടാകും, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാകും. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങളുടെ സബ്ജക്ട് എക്സ്പേർട്സിനോട് ചോദിക്കാം. അത് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടാകും. ഓരോ ടോപ്പിക്കുകൾ കഴിയുന്ന സമയത്ത് ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ടാകും. മോഡ്യൂൾ കഴിയുമ്പോൾ മോഡ്യൂൾ ടെസ്റ്റുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ 100 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പരീക്ഷയ്ക്ക് മുന്നേ മിനിമം ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറുകളെങ്കിലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും ഒരു എക്സാമിനേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാഡമിയുടെ ഭാഗത്ത് നിന്നും നമ്മുടെ പരീക്ഷ കഴിയുന്നവരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ആർക്കെങ്കിലും കോഴ്സ് എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നമ്പർ ഇല്ല, നിങ്ങൾക്ക് അക്കാഡമീനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ആർക്കെങ്കിലും ഈ വെബിനാർ സെഷനുമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, പറഞ്ഞോളൂ ശില്പ. മാഡം എക്സാം ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് എങ്ങനെ? എക്സാം ഡേറ്റ് എപ്പോഴേക്കായിരിക്കും എന്നാണോ? അതെ അതെ അതെ. ഓക്കെ, നമുക്ക് ഈ ഡിസംബർ വരെയുള്ള ഷെഡ്യൂൾ ഓൾറെഡി PSC പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു സൈറ്റിൽ. അതുവരെ നമുക്കില്ല. ഇപ്പൊ നമുക്ക് ഒക്ടോബർ 12 ആയിട്ടുള്ളൂ. ഇനിയിപ്പോ എന്തായാലും ഡിസംബർ വരെയുള്ളതിലില്ല. ഇനി ജനുവരിയിൽ നിങ്ങൾക്ക് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഒക്കെ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് കുറച്ച് നാള് കിട്ടും, 2-3 മാസം എന്തായാലും പഠിക്കാനായിട്ട് കിട്ടും. 3 ആയിരിക്കില്ല, കിട്ടും. ഓക്കെ മാഡം. അതല്ല ഈ 200 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ അല്ലേ, അപ്പൊ ഇതിനുള്ളിൽ എക്സാം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ എക്സാമിനേഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റഡി പ്ലാനിൽ നമുക്ക് റിവൈസ് ചെയ്ത് തരാവുന്നതാണ്. എന്തായാലും പരീക്ഷ നോട്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ ദിവസം ഒരു മിനിമം 100 ഡേയ്സ് എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് കൺഫർമേഷൻ വരാൻ തുടങ്ങിയതിന് ശേഷം. ഓക്കെ മാഡം. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാഡമീനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു.